ഹലോ എവരിവൺ, എല്ലാവർക്കും സ്പോക്കൺ ഹിന്ദിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നേ പ്രത്യയം എവിടെയൊക്കെ ഉപയോഗിക്കാൻ പറ്റും, എവിടെയൊക്കെ ഉപയോഗിക്കാൻ പറ്റില്ല എന്നൊക്കെ മനസ്സിലാക്കാം. ലളിതമായ രീതിയിൽ മനസ്സിലാക്കാം. അപ്പോൾ നമ്മൾ കഴിഞ്ഞു പോയ കാര്യങ്ങളെ കുറിച്ച് പറയുന്ന സെൻറ്റൻസുകളിൽ അല്ലെങ്കിൽ ചെയ്ത് കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് പറയുന്ന ആ സെൻറ്റൻസുകളിലാണ് നേ പ്രത്യയം ഉപയോഗിക്കുന്നത്. നമുക്ക് ഉദാഹരണങ്ങളിലൂടെ മനസ്സിലാക്കാം. पुलिस ने अपराधी को पकड़ा. പോലീസ് അപരാധിയെ പിടിച്ചു. പകടന എന്ന് പറഞ്ഞാൽ പിടിക്കുക. അപ്പോൾ അപരാധിയെ പിടിച്ചു കഴിഞ്ഞു, പോലീസ് പിടിച്ചു കഴിഞ്ഞു. അപ്പോൾ കഴിഞ്ഞ കാര്യമാണ്. അപ്പോൾ ഇവിടെ നേ പ്രത്യയം ചേർത്തിട്ടുണ്ട്. അടുത്ത എക്സാമ്പിൾ, സീതാനെ പാഠ് പഠ. സീത പാഠം വായിച്ചു. പഠന എന്ന് പറഞ്ഞാൽ വായിക്കുക അല്ലെങ്കിൽ പഠിക്കുക എന്നാണ് അർത്ഥം. അപ്പോൾ സീത പാഠം വായിച്ചു. ഇവിടെ എന്തുകൊണ്ടാണ് പഠ എന്ന് വന്നത്? സീത സ്ത്രീലിംഗ ശബ്ദമാണ്, പക്ഷെ ഇവിടെ പഠ എന്ന് വന്നിരിക്കുന്നു. അതെന്തുകൊണ്ടാണ്? നേ പ്രത്യയ जोड़ने के बाद क्रिया कर्म के लिंग और वचन के अनुसार बदलती है. അപ്പോൾ ഇവിടെ പാഠ് എന്ത് ആണ്? മാസ്കുലിൻ ശബ്ദമാണ്, അതായത് പുല്ലിംഗ ശബ്ദമാണ്. അതുകൊണ്ടാണ് ഇവിടെ പഠ എന്ന് വന്നിരിക്കുന്നത്. അതേപോലെ ഗീതാനെ കാം കർലിയ. അപ്പോൾ കാം ഇവിടെ പുല്ലിംഗ ശബ്ദമാണ്, അതുകൊണ്ടാണ് കർലിയ എന്ന് വന്നിരിക്കുന്നത്. ഗീത ജോലി ചെയ്തു. ഗീതാനെ കാം കർലിയ, ഗീത ജോലി ചെയ്തു. രാമനെ രാവൺ കോ മാര. രാമൻ രാവണനെ വധിച്ചു. മാരണ എന്ന് പറഞ്ഞാൽ വധിക്കുക അല്ലെങ്കിൽ കൊല്ലുക. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളാണ്, ചെയ്ത് കഴിഞ്ഞ കാര്യങ്ങളാണ്. രാജുവിനെ രാഹുൽ സെ കഹ. രാജു രാഹുലിനോട് പറഞ്ഞു. മേനെ വ കാം കർ ലിയാ താ. ഞാൻ ആ ജോലി ചെയ്ത് കഴിഞ്ഞിരുന്നു. മേനെ വ കാം കർ ലിയാ താ. നേ സിർഫ് ഭൂതകാൽ മേ ഹി പ്രയോഗ് കർത്തേ ഹെ. അതായത് നമ്മൾ കഴിഞ്ഞ കാര്യങ്ങളിൽ മാത്രമാണ് നേ ഉപയോഗിക്കുന്നത്, കഴിഞ്ഞ കാര്യങ്ങൾ പറയാൻ മാത്രം. വർത്തമാൻ और भविष्य के लिए മേനെ കാ പ്രയോഗ് നഹി കർത്തേ ഹെ. അതായത് ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങൾ പറയുമ്പോഴും പിന്നെ വരാനിരിക്കുന്ന കാര്യങ്ങൾ പറയുമ്പോഴും നേ അല്ലെങ്കിൽ മേനേക്ക പ്രയോഗ് നഹി കർത്തേ ഹെ അത് ഉപയോഗിക്കില്ല, നേ ഉപയോഗിക്കില്ല. വേറെയും എക്സാമ്പിൾസിലൂടെ പറഞ്ഞ് മനസ്സിലാക്കി തരാം. ഇവിടെ മേ പഠ് രഹി ഹൂँ. ഞാൻ വായിക്കുകയാണ്, വായിച്ചു കൊണ്ടിരിക്കുകയാണ്. മേ കാം കർ രഹി ഹൂँ. ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം പ്രസൻറ്റ് ടെൻസ് ആണ്, ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളാണ്. പഠ് രഹി ഹൂँ, കാം കർ രഹി ഹൂँ. അപ്പോൾ മേനെ പഠ് രഹി ഹൂँ അല്ലെങ്കിൽ മേനെ കാം കർ രഹി ഹൂँ അത് തെറ്റാണ്, അങ്ങനെ പറയില്ല. പക്ഷെ നമ്മൾ മലയാളത്തിൽ അർത്ഥം പറയുമ്പോൾ ഒരേപോലെയാണ് അർത്ഥം വരുന്നത്. ഞാൻ വായിക്കുകയാണ്, വായിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെയാണ് അർത്ഥം വരുന്നത്. പക്ഷേ നമ്മൾ മേനെ ഉപയോഗിച്ച് അങ്ങനെ ഇപ്പോൾ പ്രസൻറ്റിൽ നടക്കുന്ന കാര്യങ്ങൾ പറയില്ല. മേനെ പഠ് രഹി ഹൂँ അല്ലെങ്കിൽ മേനെ കാം കർ രഹി ഹൂँ എന്ന് പറയില്ല, അത് തെറ്റാണ്. അതേപോലെ മേ പഠൂങ്ക അല്ലെങ്കിൽ പഠൂങ്കി. പുല്ലിംഗാണെങ്കിൽ പഠൂങ്ക, സ്ത്രീലിംഗാണെങ്കിൽ പഠൂങ്കി. ഞാൻ വായിക്കും. മേ ജാവുങ്ക, ഞാൻ പോകും. ഇതെല്ലാം ഫ്യൂച്ചറായിട്ടുള്ള കാര്യങ്ങളാണ്, അതായത് വരാനിരിക്കുന്ന കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ മേനെ പഠൂങ്ക അല്ലെങ്കിൽ മേനെ ജാവുങ്ക എന്നൊന്നും പറയില്ല, അത് തെറ്റായ ഉച്ചാരണ രീതിയാണ്, അങ്ങനെ പറയില്ല. നമുക്ക് വേറെയും എക്സാമ്പിൾസ് നോക്കാം. രവിനെ കവിത സുനി. രവി കവിത കേട്ടു. ഇവിടെ സുനി എന്ന് വന്നിരിക്കുന്നത് എന്തുകൊണ്ടാണ്? രവി പുല്ലിംഗ ശബ്ദമാണ്, പക്ഷേ കവിത സ്ത്രീലിംഗ ശബ്ദമാണ്. അപ്പോൾ രവിനെ കവിത സുനി, രവി കവിത കേട്ടു. ലതാനെ പത്ര ലിഖ. ഇവിടെ പത്ര പുല്ലിംഗ ശബ്ദമാണ്, അതുകൊണ്ടാണ് ലിഖ എന്ന് വന്നിരിക്കുന്നത്. ലത ലെറ്റർ എഴുതി. ലതാനെ പത്ര ലിഖ, ലത ലെറ്റർ എഴുതി. രാംനെ ചിട്ടി ലിഖി. അപ്പോൾ ചിട്ടി എന്ന് പറഞ്ഞാലും ലെറ്റർ തന്നെ, പക്ഷേ ചിട്ടി സ്ത്രീലിംഗ ശബ്ദമാണ്, അതുകൊണ്ടാണ് ലിഖി എന്ന് വന്നിരിക്കുന്നത്. രാമനെ ചിട്ടി ലിഖി, രാമൻ ലെറ്റർ എഴുതി.